പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരിച്ച മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾക്കും പാഠശാലയുടെ എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു, ജാതസ്യ ധ്രുവോ മൃത്യുഹു, ജനിച്ചാൽ മരണം നിശ്ചയമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായും വരുന്നതും അനിശ്ചിതത്വമുള്ളതും ഒരൊറ്റ കാര്യമാണ്, മരണം. ഇതെപ്പോൾ എങ്ങനെ വരും എന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. പുറത്തു കിടന്നാൽ ജീവനില്ലാത്തതും അകത്ത് കയറിയാൽ ജീവൻ വെക്കുന്നതുമായ കൊറോണ വൈറസ് 70 ലക്ഷം ആളുകളെ ഭൂമിയിൽ കൊന്നുകളഞ്ഞു. നമുക്ക് മാസങ്ങളോളം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് അകത്തിരിക്കേണ്ടി വന്നു. എപ്പോഴാണ് നമ്മുടെ മരണത്തിന് കാരണമായ ആ പ്രതിഭാസം, സത്യം നമ്മെ തേടി വരുന്നത് എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ രാത്രിയിൽ നമ്മളെപ്പോലെ സ്വരമായി ഉറങ്ങിയ ഈ സഹോദരങ്ങൾ പുലർച്ചെ 2 മണിയോടുകൂടി ഉണ്ടായ ആ മലവെള്ളപ്പാച്ചലിൽ ഒരു മല തന്നെ ഒഴുകി വരികയാണ്. അതിനൊപ്പം അവർ മണ്ണിനടിയിലേക്ക് പോകുന്നു. എന്നാൽ ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു ജനത, അവരെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ യഥാർത്ഥ ഭാവം എപ്പോഴും പുറത്തു വരുന്നത് ഇത്തരം അപകടങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകുമ്പോഴാണ്. എങ്ങനെയാണ് ഭഗവാന്റെ രൂപം എന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് പറയുന്നു, സഹസ്ര ശീരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. എൻ്റെ ഭഗവാൻ 1000 കൈയുണ്ട്, 1000 കണ്ണുണ്ട്, 1000 കാലുണ്ട്. ലോകത്തിൽ എല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്, എല്ലാ കാലുകളും ഭഗവാന്റെ കാലുകളാണ്. ഈ ഭാവത്തിലാണ് ഇന്ന് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കക്ഷി, ജാതി, മത, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട്, രാഷ്ട്രവും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട്, നമ്മുടെ സേനയും കേരളത്തിന്റെ സേനയും രാഷ്ട്രത്തിന്റെ സേനയും എല്ലാം ഒറ്റക്കെട്ടായി അഭിമാനത്തോടു കൂടി അവശേഷിക്കുന്നവരെ, ഏതെല്ലാം തുരുത്തിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്ന നയനമനോഹരമായ ഒരു കാഴ്ച കൂടിയാണത്. മരിച്ചവർക്കുള്ള എല്ലാ ശ്രദ്ധാഞ്ജലിയും നമ്മൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ യഥാസമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതും നമ്മുടെ ആവശ്യമാണ്. നിരവധി വീടുകൾ, ഒരായുഷ്കാലത്തെ സ്വപ്നങ്ങളെല്ലാം ഈ കുത്തൊലിക്കിൽ ഒലിച്ചു പോയത് നമ്മൾ കണ്ടു. അവർക്ക് ഇപ്പോഴത്തെ ഒരു തരംഗത്തിൽ നമ്മളെല്ലാവരും സഹതാപം, 2 വാക്കുകളാണ്, സിമ്പതിയും എമ്പതിയും. സിമ്പതി എന്ന് പറയുന്നത് ചുമ്മാ സഹതപിക്കുക മാത്രമാണ്. എമ്പതി, സഹതാപത്തിനൊപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യുക. അതായത് എത്ര കുടുംബങ്ങൾക്കാണോ വീട് നഷ്ടപ്പെട്ടു പോയത്, അവരെ തികഞ്ഞ ആരോഗ്യവാന്മാരാക്കി അവരിന്ന് താമസിക്കുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് അവരെ താമസിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ അതിനുള്ള ഫണ്ടിന്റെ ശേഖരണം ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെ തുടങ്ങുവാൻ കഴിയണം. 1 വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് അർഹമായ സ്ഥലങ്ങളിൽ താമസിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. നമ്മുടെ ഭരണകൂടം വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ എല്ലാവരും ഏകോപിപ്പിച്ച് ചെയ്യുന്നു. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ചെയ്യുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദുരന്തം എപ്പോഴും ഈ മലകളെ സംരക്ഷിക്കാതെ പോകുന്നു എന്നതുകൊണ്ടാണ്. മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ ഋഷിവര്യൻ 30 വർഷക്കാലം ഈ പറയുന്ന നമ്മുടെ മലഭാഗങ്ങളിൽ സന്യാസിയെപ്പോലെ ജീവിച്ചവനാണ്. പശ്ചിമഘട്ടത്തിൽ സന്യാസിയെപ്പോലെ ജീവിച്ചു. 6 സംസ്ഥാനങ്ങളിലൂടെ നീണ്ടുകിടക്കുന്ന കേരളത്തിലെ 44 നദികളുടെയും ഉത്ഭവസ്ഥാനമായ ഈ പറയുന്ന പശ്ചിമഘട്ടത്തെ 7000 ക്വാറികളാണ് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത്. അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന ക്വാറികൾ, താൽക്കാലിക ലാഭത്തിനു വേണ്ടി മലകളെ തുരന്നു തിന്നുന്ന, നദികളെ ചൂഴ്ന്നു തിന്നുന്ന ഈ ദുഷ്ടശക്തികൾ ഒരു പരിധിവരെ ഈ പറയുന്ന ഈ സഹോദരങ്ങളുടെ മരണത്തിനൊക്കെ കാരണക്കാരാണ്. പ്രകൃതിയെ അമ്മയായി കരുതുന്ന സമുദ്രവസനേ ദേവി പർവ്വത സ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നാണ് രാവിലെ എഴുന്നേറ്റ് ഭൂമിയെ തൊട്ടു വന്ദിച്ച് ഭൂമിയോട് മാപ്പ് പറയുന്ന ഒരു ഭാരതീയൻ പറയുന്നത്. സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്തനമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ പത്നിയായ ഭൂമി ദേവി, നിനക്കെന്റെ നമസ്കാരം. ഭൂമിയിൽ ചവിട്ടാതെ ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല, അതുകൊണ്ട് അമ്മേ എൻ്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്ന് പറയുന്ന നാം എല്ലാത്തിനെയും അമ്മയായി കണ്ടു. വെള്ളം കിട്ടാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഭാരതം അമ്മയായി കണ്ടു. കടലിനെ കടലമ്മയെന്നും ഗംഗയെ ഗംഗാ മാതാവുമെന്നും വിളിച്ചു. പർവ്വതങ്ങളെ
മലകളെ, കുന്നുകളെ അമ്മയുടെ സ്തനങ്ങളായി കണ്ടു കരുതിയ ആ മഹത്തായ സംസ്കാരം, നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണെന്ന തിരിച്ചറിവ്, അവിടെയാണ് പല മാഫിയകളും പ്രവർത്തിച്ചുകൊണ്ട് കുന്നുകളെ, മലകളെ ഇല്ലാതാക്കുന്നു. അവിടെ പ്രകൃതിക്ക് ഈ പറയുന്ന ദുരന്തങ്ങൾ നമുക്ക് സമ്മാനിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഭാരതം പറയാറുണ്ട്, പ്രകൃതിയെ നിങ്ങൾ ദോഹനം ചെയ്യൂ, ചൂഷണം ചെയ്യരുത്. ദോഹനം കറന്നെടുക്കലാണ്. നാം നമ്മുടെ പശുവിനെ വീട്ടിൽ സംരക്ഷിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള പാല് കറന്നെടുക്കുന്നു. പരസ്പര ഭാവനയാണ്. അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് തരുന്നു. ഇങ്ങോട്ട് മാത്രം ചൂഴ്ന്നെടുക്കുന്ന ഒരുപാട് കഴുകൻ കണ്ണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഒരു നിമിത്തമാണ്. കാരണം വയനാട് ജില്ല എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും താമസിക്കുന്നത് ഏതെങ്കിലും മലയുടെ താഴ്വാരത്തിലായിരിക്കാം. അപ്പോൾ ഇനിയും അപകടങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ആ മലയുടെ മുകളിൽ എന്താണ് നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും പൗരന്മാർ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങൾ മണ്ണിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരിച്ചു പോയ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയ സഹോദരങ്ങളുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ട് എന്ന് നമ്മുടെ കൊച്ചു കേരളം ഉദ്ഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ പ്രണാമങ്ങളും ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.